ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് മൗറീഷ്യസിലെ ലാക് കാംബൂസെ എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ പുലിമൂട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പോലെ തന്നെ ഇവിടെയും ഒരു പുലിമൂട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കടലിൻ്റെ ഭംഗിയൊക്കെ കാണാനും ആ വെള്ളത്തിൻ്റെ കളറും എല്ലാം കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഫിഷിങ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ വ്യൂ പോയിന്റിലേക്ക് ഒന്ന് പോകാം. അങ്കിൾ അവിടെ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കി തുടങ്ങി. നമ്മുടെ ഓരോ പുതിയ രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴും വ്യത്യസ്തമായ പല കാര്യങ്ങളും കാണും. അത് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെയുണ്ട്. അതിൽ ചിലതാണ് ഈ പാറക്കഷ്ണങ്ങളും, കറുത്ത പാറക്കഷ്ണങ്ങളും, പിന്നെ ഇവിടുത്തെ ടെർക്കോയിഷ് ബ്ലൂ വാട്ടറൊക്കെ. ലാക് കാംബൂസെ. നമ്മളിനി ആ പുലിമുട്ട് കയറി നോക്കാം. കരിക്കട്ട. അല്ല, വ്യൂ എടുക്കണ്ടേ? ഫ്ലൈറ്റ്. ഇത് വീഡിയോ ആണ്, ഇത് ഫോട്ടോ അല്ല. എവിടെ? ആ, അവിടെ മീൻ പിടിക്കുന്നുണ്ട്. ഓ, അമേസിങ്. നല്ല നീല കളർ വെള്ളം. ബ്ലൂ ബേജ്, ബ്ലൂ സീ, ക്രിസ്റ്റൽ പോലെ. അയ്യോ, മീൻ കാണുന്നുണ്ട് ആ തെരേൻ്റെ ഉള്ളില്. നവി, ആ തെരേനുള്ളില് മീന്. ഈ തെരകളുടെ ഉള്ളില് മീൻ ഇങ്ങനെ കാണുക. ചെടീനെ മീനൊക്കെ വരും. നീ കാണുന്നത് ചെടിയുടെ ഇതാണ്, മറ്റേ ആ ചെടിയുടെ വേസ്റ്റ്. ഓക്കെ 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 ഓക്കെ. എനിക്ക് മീനിന്റെ ഷേപ്പ് പോലെ തോന്നി. കുഞ്ഞു കുഞ്ഞു മീനുകളെ. ടൈറ്റാനിക് പോസ് നിന്നോ? ആ, ഫോട്ടോ എടുക്കണേ. ഫോട്ടോ എടുക്ക. നമ്മൾ എന്താണ് നിൽക്കുന്നത്? ഫോട്ടോ എടുക്കാൻ. നമ്മൾ തിരിച്ചു പോവാണ്. വ്യൂ പോയിന്റ് കണ്ടു, കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു, തിരിച്ചു പോവാം. ഇതൊക്കെ ഇങ്ങനെ കല്ലൊക്കെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഇറങ്ങാം. അങ്ങനെ നമ്മൾ ലാക് കാംബൂസെ എന്ന് പറയുന്ന വ്യൂ പോയിന്റ് കണ്ടു കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് പ്ലേസിലേക്ക് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അടുത്തതും ഒരു വ്യൂ പോയിന്റ് തന്നെയാണ്. ഇവിടെ അനേകം വ്യൂ പോയിന്റ്സുകളുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്സൊക്കെ കയറി പോകാൻ പറ്റുന്ന ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ആണ് അടുത്തത്. മെക്കോണ്ടെ വ്യൂ പോയിന്റ് എന്നാണ് അതിൻ്റെ പേര്. മൗറീഷ്യസിലെ ക്യാപിറ്റൽ സിറ്റിയിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും കാർ പാർക്കിംഗ് ഒരുവിധം എല്ലാം ഫ്രീ ആണ്. അതുപോലെ ഈ മെക്കോണ്ടെ വ്യൂ പോയിൻ്റ് അവിടെ എത്തുമ്പോഴും നമ്മൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. അവിടെ നിന്ന് സ്റ്റെപ്സുകൾ കയറി മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നൊരു വ്യൂ ആണിത്. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഫിഷിങ്ങിന് താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു സ്ഥലമാണിത്. എല്ലാ സ്ഥലങ്ങളിലും ഒരുവിധം നമുക്ക് ഫിഷിങ് അലൗഡ് ആണ്.
റെസ്ട്രിക്ഷൻസ് ഉള്ള സ്ഥലങ്ങളുണ്ട്, പക്ഷേ എങ്കിലും ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും നമുക്ക് ഫിഷിങ് ചെയ്യാം. പ്രത്യേകിച്ച് ലൈസൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല വലിയ ഫിഷുകളൊക്കെ നമുക്ക് ബീച്ചിൽ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ വ്യൂ പോയിന്റ് കണ്ടു കഴിഞ്ഞ് നേരെ പോയത് ഫിഷിങ്ങിനാണ്. ഇന്ന് മൗറീഷ്യസിൽ ഫിഷിംഗ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ചെറിയ മീനുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ മൗറീഷ്യസ് ബീച്ചിലാണ്, ബ്ലൂ ബേ എന്ന് പറയുന്ന ബീച്ചിൽ. നമ്മൾ വെറുതെ ഒരു ഫിഷിങ്ങിന് വന്നിരിക്കുകയാണ്. ഇവിടെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ബ്ലൂ നല്ല ക്ലിയർ വാട്ടറാണ്. ചുറ്റിനും നോക്കുമ്പോൾ തന്നെ കുറേ ബോട്ടുകളും കുറേ ആൾക്കാർ ബീച്ചിൽ വന്നതൊക്കെ ഉണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. നമുക്ക് ഫിഷിങ്ങിന് നോക്കാം. ഒരു പിടിക്ക് 2 പക്ഷി. രണ്ട് മീനെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. അയ്യോ, എനിക്ക് വയ്യ. ഒരു പിടിക്ക് 2 പക്ഷി എന്ന് ഇതാണോ പറയുന്നത്? ഞാൻ റിലീസ് ചെയ്യല്ലേ? വേണ്ടല്ലോ. വേണ്ട, എന്തിനാ? ചത്താ അമ്മയും കുട്ടിയായിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ പോകാൻ പറ്റില്ല. പോയി. അങ്ങനെ നമ്മളവിടെ ഫിഷിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളവിടെ ഒരു ഒക്ടോബസിനെ കണ്ടത്. ഒരു ചെറിയൊരു ഒക്ടോബസ്. നമുക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ നമ്മളൊരു ചെറിയൊരു ചെമ്മീൻ്റെ കഷ്ണം ഇട്ട് കൊടുത്തപ്പോഴാണ് അതിൻ്റെ കാലുകളൊക്കെ പുറത്തു വരാൻ തുടങ്ങിയത്. എന്തായാലും വളരെ രസമായിരുന്നു. കുറേ നേരം നമ്മൾ അതിനൊക്കെ നോക്കിയിരുന്നു. നമുക്കൊരു പുതിയൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ നമുക്ക് ഈ മൗറീഷ്യസിൽ അങ്ങനെ വ്യത്യസ്തമായ പല കാര്യങ്ങളും നമുക്കവിടെ കാണാൻ പറ്റും. ചേട്ടൻ്റെ രണ്ടാമത്തെ കാല് മതി. ഈശ്വര, 2 കാല്. മൂന്ന് കാല്. ചെവിയിലിട്ട് നോക്കുക, ആള് വരുന്നുണ്ടോന്ന് അറിയാൻ. അങ്ങനെ നമ്മൾ അന്ന് ജീവനുള്ള ഒരു ഒക്ടോബസിന് തീറ്റയൊക്കെ കൊടുത്ത് അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. നല്ല രസമായിരുന്നു അന്നത്തെ ദിവസം. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എല്ലായ്പ്പോഴും ആവശ്യമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.